നമസ്കാരം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടൊരു വാർത്ത പുറത്തു വരികയാണ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ വീടുകൾ തകർത്തിരിക്കുന്നു എന്നതാണ്. 2 ഭീകരരുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത്. കഴിഞ്ഞ വാർത്തകളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കശ്മീരിലെ ജനതയിൽ നിന്ന് ആക്രമണവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഈ തീവ്രവാദികളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കാശ്മീർ ജനതയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയൊന്നോണമാണ് നമുക്ക് ഈ വാർത്തയും കാണേണ്ടതായിട്ട് വരിക. ഇപ്പോഴിതാ ജമ്മു കാശ്മീരിലെ 2 ഭീകരരുടെ വീടുകൾ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പഹൽഗാമിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട നേരിട്ട് ബന്ധമുള്ള 2 പേർ, അതായത് ഈ ആക്രമണത്തിൽ 2 പ്രദേശവാസികൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഇന്ത്യൻ സൈന്യത്തിൻ്റെ കണ്ടെത്തൽ. ആ 2 ഭീകരരുടെയും വീടുകൾ ഇപ്പോൾ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഒരാളുടെ വീട്, അത് ആസിഫ് ഷെയ്ഖ് എന്ന ഭീകരവാദിയുടെ വീടാണ് തകർത്തിട്ടുള്ളത്. ഇയാൾ ഈ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ ഭാഗമായിട്ടുള്ള തീവ്രവാദി തന്നെയാണ്. ഈ തീവ്രവാദിയുടെ വീടാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും തകർത്തിട്ടുള്ളത്. ജമ്മു കാശ്മീരിലെ ത്രാൽ മേഖലയിലുള്ള വീടാണിത്. വലിയ പ്രാദേശിക വികാരം തന്നെയാണ് ഇപ്പോൾ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്നത്. ജനങ്ങൾ തന്നെ ഈ തീവ്രവാദികളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം, ഒരു സമീപനമൂടിയാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഈ വീട് തകർത്തത് പ്രാദേശിക ഭരണകൂടമാണ് എന്നും പ്രദേശവാസികളുടെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ജമ്മു കാശ്മീരിൽ ഇനി തീവ്രവാദികൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഇവിടെ നൽകിയിരിക്കുന്നത്. രാജ്യത്തിനെതിരെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർ കശ്മീരിൽ തുടരാനും അവർക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാനും സാധിക്കില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഈ തിരിച്ചടിയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ വ്യക്തമാവുകയാണ്. അങ്ങനെ 2 ഭീകരരുടെ വീടുകൾ ഇപ്പോൾ തകർത്തിരിക്കുന്നതിൻ്റെ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം അവിടെ ഒരു പ്രദേശവാസി തന്നെ മരണപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. ആ പ്രദേശവാസിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിലടക്കം ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ വീടുകൾ തകർത്തതിനെ നമുക്ക് പറയാൻ സാധിക്കുക. പ്രദേശവാസികൾ ഒന്നടങ്കം ഇത്തരം വിഘടനവാദ ഭീകരവാദ പ്രവർത്തനങ്ങളെ തള്ളിക്കളയുന്നു എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നേർചിത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ജമ്മു കാശ്മീർ പോലെയുള്ള ഒരു പ്രദേശം കാലങ്ങളായിട്ട് അവിടെ അശാന്തിയായിരുന്നു, അരക്ഷിതാവസ്ഥയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചാരികളുടെ തന്നെ ഒരു പർദീസിയായി ജമ്മു കാശ്മീർ മാറുകയും അങ്ങനെ ആ പ്രദേശത്തിൻ്റെ വളർച്ച കൈവരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. യുവാക്കൾക്കൊക്കെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടിയ ഒരു സാഹചര്യം കൂടിയായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതൊക്കെ തന്നെ തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി തന്നെ മാറിയിരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിനിടയിലാണ് ഇത് തീവ്രവാദികൾക്ക് കൂടിയുള്ള ഒരു താക്കീതായിട്ട് മാറുന്ന നീക്കങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ തീവ്രവാദ പ്രവർത്തനം അത്ര എളുപ്പമാകില്ല എന്ന് മാത്രമല്ല, ജമ്മു കാശ്മീരിലെ ജനത ഇത്തരം തീവ്രവാദികളെ ഒറ്റപ്പെടുത്തുന്നു എന്നതിൻ്റെ കൂടി ഒരു നേർസാക്ഷ്യമായി തന്നെ മാറുകയാണ് ഈ ഒരു വാർത്ത. അങ്ങനെ തീവ്രവാദികളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ടതായിട്ടുള്ള മറ്റൊരു പ്രധാന കാര്യം, ജമ്മു കാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും വ്യാപകമായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ പല തവണകളായിട്ട് അതിർത്തിയിൽ വെടിയുതിർത്തു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരികയാണ്. ലൈൻ ഓഫ് കൺട്രോളിൽ തുടർച്ചയായിട്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുകയാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റികൾ, മരണങ്ങളൊന്നും തന്നെ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് സൈനിക കേന്ദ്രങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്. ഈ ഒരു വെടിവെപ്പിനെ പ്രതിരോധിക്കാനും തിരിച്ച് വെടിയുതിർക്കാനും ഇന്ത്യ ഇപ്പോൾ സർവ്വസജ്ജമായി തയ്യാറായിരിക്കുകയാണ്. ഇന്ത്യ ആ നിലയിൽ ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കുന്നുവെന്ന് കൂടിയുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള തിരച്ചിലുകൾ ഇതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ നടത്തുന്നുണ്ട്. അവിടെ വ്യാജ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ആളുകളെ അടക്കം പിടികൂടിയ പശ്ചാത്തലം കൂടിയാണ്. ഇപ്പോൾ ത്രാൽ മേഖലയിൽ അടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പോലും അധികമായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഈ തീവ്രവാദികൾ ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ തന്നെ തുടരുന്നതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. ജോയിന്റ് ഓപ്പറേഷനാണ് ഇപ്പോൾ അവിടെ സർവ്വസജ്ജമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈന്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും നേതൃത്വത്തിലുള്ള പരിശോധന കോളാർ മേഖലയിലും അതോടൊപ്പം തന്നെ ബന്ദിപ്പോര മേഖലയിലുമൊക്കെ തന്നെ ബന്ദിപ്പോര സെക്ടറിലടക്കം തന്നെ ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലകളിലെല്ലാം തന്നെ തീവ്രവാദികളുടെ സാന്നിധ്യമുള്ളതായിട്ടുള്ള സംശയത്തെ തുടർന്നുള്ള പരിശോധനകൾ തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.